എല്ലാവർക്കും വീട്ടോക്സിലോട് സ്വാഗതം. ശല്യം വീണ്ടും വന്നല്ലേ? സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഒരാളുണ്ട്, നിങ്ങൾ കണ്ടോ? നമ്മൾ അയാളോടാണ് സംസാരിക്കുന്നത്. അമ്മ മാത്രമേ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. ഇതെന്താ ഡ്രമ്മിനോട് സംസാരിക്കുന്നത്? ചാലഞ്ചിൽ ഒരു ഡ്രം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതില് വെള്ളമുണ്ട് ഗൈസ്. ഓക്കെ, ഇതില് ബൗളുണ്ട്, കണ്ടുപിടിച്ചേ ഗൈസ്. ഓക്കെ, ഈ ബൗളില് കുറച്ച് പേപ്പറിന്റെ പീസസ് ഉണ്ടല്ലേ. ഈ ഒരു പേപ്പർ ആയിരിക്കും എന്ത് ചാലഞ്ച് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മത്സരിക്കുന്ന 5 പേരും ഇതിന്ന് 2 പേപ്പർ വെച്ചാണ് എടുക്കേണ്ടത്. സോ അതായത് സിമ്പിൾ ചാലഞ്ച് ആണ്. ഇതെന്തിനു വെച്ചിട്ടുള്ള ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇതില് ഇപ്പോ നോർമൽ വാട്ടർ ആണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇടുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അതായത് ഈ വെള്ളം നോർമൽ വെള്ളത്തിൽ നിന്ന് നല്ല ഫുള്ളി ഐസ് വാട്ടർ നമ്മൾ ആക്കാൻ വേണ്ടി പോവാണ്. അതായത് ഇതിലുള്ള ചാലഞ്ച് നിങ്ങൾ ഇതിലിരുന്നിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, സോ എന്നിട്ട് വിൻ ചെയ്യുന്ന ആൾക്കാരെ കാത്തിരിക്കുന്നത് ഒരു വമ്പിച്ച ക്യാഷ് പ്രൈസ് ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങിയാലോ? ആരാണ് ഫസ്റ്റ് മത്സരിക്കാൻ വേണ്ടി പോകുന്നത്? വെള്ളം ഫുള്ളും പോവും. 3, 4, 5 പൊറോട്ട. അങ്ങനെയാണ്. 1, 2, 3, 4, 5 മിട്ടി കള്ളം കയറി. ഐസ് വാട്ടർ ചാലഞ്ചിലെ ഫസ്റ്റ് മത്സരിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ എഡ്വിൻ ബിസിബി ആണ്. അപ്പൊ നമുക്ക് ഇതിലോട്ട് ഐസ് ഇടണം. സോ അതിനു മുന്നേ എഡ്വിൻ ബിസിബി ചെയ്യാൻ വേണ്ടി പോകുന്ന 2 ചാലഞ്ച് ഏതാന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. 2 ചാലഞ്ച് ഇഷ്ടത്തിന് ഫസ്റ്റ് ചാലഞ്ച് എന്താ നമുക്ക് നോക്കാം. ബലൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ബലൂൺസ് തരും. അത് വലുതാക്കി വീർപ്പിച്ച് അതങ്ങ് പൊട്ടിക്കണം. അത്രേ ഉള്ളൂ. ബലൂണിന്റെ എണ്ണ ഞാൻ തീരുമാനിക്കും എത്ര തരണം എന്നുള്ളത്. ഓക്കെ, ഡ്രോയിങ്. ഓ നൈസ്. അതായത് നമ്മളൊരു പേപ്പറും പേനയും കൊടുക്കും, ഒരു പേപ്പറും പെൻസിലും കൊടുക്കും, ഒരു പാഡും തരും. ഓക്കെ, പറയുന്ന സാധനങ്ങൾ വരക്കുക അടിപൊളിയായിട്ട്. ഐസ് എടുത്തിട്ട് വരട്ടെ ഗൈസ്. അപ്പോ ഇതാ നമ്മുടെ ഐസ്. ഇങ്ങനത്തെ ഒരുപാട് കട്ടകളുണ്ട്. എന്റെ പുഞ്ഞോ എന്തൊരു തണുപ്പാ. ഇത് പൊക്കത്ത് പൊങ്ങി കിടക്കും ഇങ്ങനെ. കിടക്കും. പിന്നെ ഐസ് ഐസ് പൊങ്ങി കിടക്കുന്ന പൊട്ട. താന്നടക്ക കല്ലല്ലോട്ടെ, മാറിയില്ല വീട്. അപ്പോ നമ്മുടെ എഡ്വിൻ ബിസിബി വലുത് കാലി വെച്ച് അങ്ങ് കേറുക. ജയിക്കുന്ന എങ്ങനെ എടുക്കുന്നോ? ഓരോരുത്തർക്കും സമയമുണ്ട്. പിന്നെ 24 മണിക്കൂർ ഇരിക്കാൻ പറ്റുമോ? ഇതിന് അത്യാവശ്യം നല്ല ആളുണ്ടല്ലോ. തള്ളിയിടല്ലേ അവരിറങ്ങും. ആസല വരെ കത്തിപ്പോയി. എന്റെ പൊന്നു മോനെ, നീ ഇറങ്ങുമ്പോ നിന്നെ കൈയൊക്കെ ഇപ്പൊ ടോട്ടലി 2 ബലൂണാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് ബലൂൺ കൊടുക്കാൻ വേണ്ടി പോകണം. ഓക്കെ, ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകട്ടോ. 3, 2, 1 ഊതി ഗൈസ്. ഓക്കെ, 29 സെക്കൻഡ് ആയിട്ട് എന്തായാലും 2 മിനിറ്റ് സമയമാണുള്ളത് ഗൈസ്. ഓക്കെ, 2 മിനിറ്റിൽ ഈ 2 ബലൂൺ പൊട്ടിക്കേണ്ടതുണ്ട്. പൊട്ടിച്ചില്ലെങ്കിൽ പണിഷ്മെന്റ് മുങ്ങണം, മൊത്തം മുങ്ങണം. ഇത് ട്രൈ ചെയ്യ്. 2 മിനിറ്റ് തീരാൻ 10 സെക്കൻഡ് കൂടെ ഉള്ളൂ. 10 മിനിറ്റെങ്കിലും എന്താ പ്രൈസ് കിട്ടും. പൊട്ടാത്ത ബലൂൺ, അതാണ് ഇതിന്റെ പ്രത്യേകത ചാലഞ്ചിന്റെ. പൊട്ട ബലൂൺ എടുത്ത് ഈസിയായി പോയില്ലേ? അപ്പൊ പൊട്ടാത്ത ബലൂൺ എടുത്തു.
കറക്റ്റ് 2 മിനിറ്റിൽ കാഴ്ച ഒക്കെ അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ രണ്ടാമത്തെ ചാലഞ്ച് ഡ്രോയിങ് ആണ് നമ്മുടെ എഡ്വിന് കിട്ടിയത്. അപ്പൊ ഡ്രോയിങ്ങിന് വരക്കാനുള്ള ഫോട്ടോ എന്റെ റെഡിയാണ്. ഓക്കെ 3, 2, 1 ഗൈസ്. ഓക്കെ ഇതാണ് വരക്കേണ്ടത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. അതുപോലെ ഇരിക്കണം കേട്ടോ. കാലൊക്കെ ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്നത്. ഇതൊന്നും മത്തങ്ങേ സമയത്രേ 1 മിനിറ്റ് കൈയൊക്കെ വിറക്കണ്ടല്ലോ. പെട്ടെന്ന് ഓട്ടും അമ്മാരി കരടി കുട്ടി തണുപ്പിച്ചിരി കുറവാണോ എന്ന് സംശയം. മൂന്ന് വര ഇവിടത്തെ നീയാണ് ജയിപ്പിക്കുക. നടക്കൂല. കാല് ഉടുപ്പ് വരച്ചിന് കാല് ചിറകോ പൂച്ചക്ക് ചിറക്. എന്തായാലും ഇവിടെ വരക്കൽ തീർന്നിട്ടുണ്ട്. അത് കാണിച്ചോട്. ഓക്കെ സോ ഗൈസ് ഇതാണ് വരച്ചത്. ഇത് എത്ര മാർക്ക് കൊടുക്കാം? 2.5 മാർക്ക്. ഗൈസ് അപ്പൊ എന്തായാലും ഒരു 10 8 ഗൈസ്. ഓക്കെ 8 മാർക്ക് എന്തായാലും വരച്ചത്. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും നന്നായി വരച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ വരയ്ക്കുന്ന ചാലഞ്ച് എന്തായാലും കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ അതിനെ സംബന്ധിച്ചു. പക്ഷേ നമ്മള് 2 ബലൂണില് 1 ബലൂൺ പൊട്ടിച്ചില്ല. അപ്പൊ അതിന്റെ ഒരു മുങ്ങൽ പണിഷ്മെന്റ് ഇവിടെ ബാക്കിയുണ്ട് ഗൈസ്. ഓക്കെ തല മൊത്തം അങ്ങ് മുങ്ങ. മറ്റേ അല്ല അവൻ സ്വന്തമായിട്ട് മുങ്ങും. മറ്റേ മോഹൻലാൽ ഏതോ കുളത്ത് നനച്ചു വരില്ല അമ്മാരി സാധനം. അല്ല മുങ്ങട്ടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എണീക്കുമ്പോ മൂക്കൊന്ന് മൊത്തം ചെയ്യോ അധികം വല്ലപ്പോഴും കുളിക്കണേ. അല്ല ഒന്നും ചെയ്യണ്ട മുങ്ങും. അങ്ങനെ ചെയ്താലേ നിനക്ക് തണുപ്പാണുള്ളൂ. പ്രതീക്ഷിക്കാതെ മുങ്ങും. പട്ടിയാടാ നീ കിടന്ന് ഇനിച്ചിട്ട് കൊടയാൻ. നമ്മുടെ എഡ്വിൻ വിസിബി ചാലഞ്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു പണിഷ്മെന്റ് ഞാനും തരുന്നുണ്ട് ഗൈസ്. അപ്പൊ ഇനി അടുത്ത ഒരാളുടെ ഊഴമാണ്. അടുത്ത ആളോട് പോവാം. അപ്പൊ നമ്മുടെ എഡ്വിൻ ബിസിബിയുടെ ചാൻസ് കഴിഞ്ഞു. ഇനി അടുത്തത് ആരാന്നുള്ളത് തെരഞ്ഞെടുക്കണമെങ്കിൽ നമുക്ക് മറ്റേ എണ്ണൽ പരിപാടി ചെയ്യണം. 1, 2, 3, 4, 5 വീട്ടി കള്ളം കയറി പഞ്ചസാര കട്ടെടുത്തു കുട്ടൻ ചട്ടൻ തോക്കെടുത്തു ടിഷ്യൂ നീ ടിഷ്യൂ കയറി. അത് ഐറ്റംസ് എടുക്കണ്ടേ? ഒന്നാണോ ആ കാറുണ്ട്. എന്താണ് എടുക്കടി മോളെ നീ എടുക്ക്. അത് ബലൂൺ അത്ര. അപ്പൊ 5 ബലൂൺ 4 ബലൂൺ. നമ്മുടെ എഡ്വിൻ വിസിബിയുടെ സെയിം ചാലഞ്ച് ആണ് ഗൈസ്. നമ്മുടെ ആദ്യം ഡ്രോയിങ് നടത്താം. ഫസ്റ്റ് ചാലഞ്ച് നമുക്ക് എന്തായാലും ഡ്രോയിങ് കൊടുക്കാം. സോ അതിന് മുന്നേ ചിന്നു ഇവിടെ രണ്ടേയും ഇത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞേ. അത് രണ്ടേയും അങ്ങനെ നോക്കില്ല. രണ്ടേയും ഇവിടെ പിടിക്കുക. പയ്യ അവിടെ കയറി ഇരിക്കുക. കൈ പിടിയുടെ ഞാൻ ആദ്യമായിട്ടോ വെള്ളത്തിൽ മുങ്ങാൻ വരുന്ന ആള് മേക്കപ്പ് ഇട്ട് കാണുന്നത്. പറയട്ടെ ഇവിടെ പറയട്ടെ കാര്യം പറയട്ടെ. ഇനി നീ കിടന്ന് വരക്കൂട്ടിയാ സ്ലോ ആക്കും. അപ്പൊ നമ്മൾ പേന കൊടുത്തിട്ടുണ്ട്. പേന പിടിക്കുക വരക്കണ്ട്. ഓക്കെ അപ്പൊ വരക്കാനുള്ള ഫോട്ടോ കാണിക്കാൻ വേണ്ടി പോകണം. ഓക്കെ ഇതാണ് വരക്കേണ്ടത്. ഇതുപോലെ ഇരുന്നില്ലെങ്കിൽ അതില് മുങ്ങണ്ടി വരും. ഓക്കെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. കൈയൊക്കെ വരയ്ക്കുന്നല്ലോ. എന്നിട്ട് പെട്ടെന്ന് 2 മിനിറ്റ് ഉള്ളൂ. മുട്ടയാ. അതെ ഇതിന് ക്യാരറ്റിന് തടി കൂടിയ ഫോളാണ്. കറക്റ്റ് സൈസ് ആവണം. 1 മിനിറ്റ് കഴിഞ്ഞു. പെട്ടെന്ന് വരച്ചോ. സമയം തീരാനായി. കളറൊക്കെ കളറൊക്കെ 5 തണവില്ലേ 2 ഐസും കൂടി.
വെട്ടിനടി അങ്ങോട്ട്. ആ കാണിച്ചു കൊടുക്ക്. എത്ര മാർക്ക് കൊടുക്കടാ? 10 out of 100. 100ഓ? ഗൈസ് ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും 10ല് 7 മാർക്ക് കൊടുക്കാം. ഓക്കെ, ഫുൾ മാർക്ക് ഇതിന് ബോഡി കൊടുത്ത് 10ല് 7 മാർക്ക് നമുക്ക് കൊടുക്കാം എന്തായാലും. ഗൈസ് ഓക്കെ, എന്തായാലും നന്നായി വരച്ചിട്ടുണ്ടോ? നന്നായി വരച്ചിട്ട് കുഴപ്പമില്ല. ഓക്കെ, സോ അപ്പൊ എന്തായാലും ഫസ്റ്റ് ചാലഞ്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ പണിഷ്മെന്റ് ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് വേഗം പറയണം. അതെ, കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളുടെ ബാക്കിയുണ്ട്. അതെ, വരുന്നതായി. പിന്നെ വേറെ ടാസ്ക് കൊടുക്കുകയാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലായിടത്തും ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ. ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ബലൂൺ എടുത്താലോ? എടുക്കല്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ ബലൂൺ എടുക്കാം. ചിന്നു ഏത് വേണം നിനക്ക് ചൂസ് ചെയ്യാം. എന്തായാലും 2 ഊതണം. ഒരെണ്ണം 2 3 2 1 ഗൈസ്. ഓക്കെ, സോ 2 മിനിറ്റ് സമയമുണ്ട്. 2 മിനിറ്റിൽ 2 എണ്ണം പൊട്ടിക്കണം. എത്ര അവള് ചെയ്താലും അത് പൊട്ടില്ല. ആദ്യം മുതൽ ഇത് ഇവരുടെ പണിയാ. ഇത് മനഃപൂർവ്വമാ. ഇത് പൊട്ടത്തില്ല. നീ രണ്ടാമത് ഇന്ന് കൊറേ ഏർ നീ കളയും. നീ കാറ്റ് പോണവര് ഊതിയാലും അത് പൊട്ടൂല. മാറ്റി ട്രൈ ചെയ്ത് നോക്കട്ടോ. ചിലപ്പോ അത് പൊട്ടി. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അത് വീർക്കത്തേ ഉള്ളൂ, പൊട്ടുന്നില്ല. ഇത് മനഃപൂർവ്വമാ. ഇത് പൊട്ടത്തില്ല. 1 മിനിറ്റിൽ 1 ബലൂണ്. 1 മിനിറ്റ് സമയം കൂടെ. 1 മിനിറ്റിൽ 1 ബലൂൺ അച്ഛനെ ഊതി പൊട്ടിക്കാൻ തിരിച്ചെടുക്കുന്നു ബലൂണുള്ള വിറയ്ക്കുന്നു. 30 സെക്കൻഡുകൾ മാത്രം. ഇത്ര ചെയ്യേണ്ട കാര്യമില്ല. അതിന് ഇത് ചെയ്തോളൂ, അത് പൊക്കോളൂ, അത് കുഴപ്പമില്ല. 1 മിനിറ്റ് 37 സെക്കൻഡിൽ എന്റെ മോനെ ഇപ്പൊ നമ്മള് 2 ചാലഞ്ച് കൊടുത്തു. 2 ചാലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ചിന്ന പണിഷ്മെന്റ് രക്ഷപ്പെട്ടിരിക്കുന്നു ഗൈസ്. ഓ മൈ ഗോഡ് മോനെ, അത് പൊട്ടാത്ത ബലൂൺ എനിക്ക് വന്നിട്ട് പൊട്ടാത്ത ബലൂൺ എഴുതി വെച്ചിട്ടുണ്ടോ? അവന്റെ കഴിവുകേടല്ലേ? ഒരാളിന്റെ മുഖത്തേക്ക് പറയാനുള്ള കാര്യമാണ് നീ പറഞ്ഞത്. അത് തനിക്കില്ല. ആ തണുപ്പില്ലേ? ഓക്കെ, പിടിച്ച് കേട്ട്. സോ ഗൈസ് ഓക്കെ, അപ്പോ 2 പേരും മത്സരിച്ച് കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ളത് 3 പേരാണ്. അപ്പോഴാണ് കൊമ്പൻ ഒരു ആഗ്രഹം പറയുന്നത്, അടുത്തത് കൊമ്പൻ ഇറങ്ങണം. അപ്പൊ ഞാൻ പറഞ്ഞു കൊമ്പൻ ഇറങ്ങിക്കോട്ടെ എന്നുള്ളത്. പക്ഷെ ഞാനിപ്പോ പറയുന്നത് കൊമ്പൻ ഇറങ്ങണമെന്നുള്ളത്. ഇനി ഇറങ്ങിക്കോ. കൊമ്പൻ ഇറങ്ങണത്. ഇനി ഇറങ്ങാലോ. അക്കയൊന്നുമില്ല. എങ്ങിട്ടാ എലി ഇറങ്ങിക്കോ. 5 ചാലഞ്ച് അടങ്ങുന്ന ബോൾ കൊമ്പനോട്. കൈ തുടക്കി 2 എടുത്തിട്ട് ഓരോന്ന് തുറക്ക്. ഡ്രോയിങ് മനസ്സിലായോ? സൂചിയില് നൂല് കുറക്കല്ലോ. ഓക്കെ, അടുത്ത സ്റ്റോൺ പേപ്പർ സീസേഴ്സ്. പേപ്പർ സീസർ. ഓക്കെ, സോ എന്നോട് വിളിക്കണം, ഞാനല്ലേ ഫസ്റ്റ് കഴിഞ്ഞേ. ഞാൻ പറഞ്ഞുതരാം, കളി പറഞ്ഞുതരാം ഗൈസ്. ഈ 4 പേരുടെ കൂടെ കൊമ്പൻ സ്റ്റോൺ പേപ്പർ സീസർ കളിച്ച് ജയിക്കുന്നവരെ അവിടെ നിൽക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഏതാ വേണ്ടത്? മറ്റേ നീ സൂചി മതി. നമുക്ക് സൂചി നൂലും എടുക്കാം. ഓക്കെ, ഇറങ്ങി എന്നിട്ട് മയ സാധനം വരുന്നേ. സൂചി നൂലുണ്ട്. എന്ത് പറ്റി? പിന്നെ ഇറങ്ങ എന്താണ് കൊമ്പൊക്കെ അത് മരിക്കുന്ന എന്തിനു വെയിറ്റ് പറ. റെഡിയാണോ? നീ റെഡിയാണോ? ഇല്ല നീ ഒതുങ്ങി. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് കൊമ്പനുള്ള സൂചി നൂല് കൊടുക്കാം. ഓക്കെ, അപ്പൊ നൂല് ഇത് കഴിഞ്ഞിട്ട് ഇനി ചലഞ്ചസ് കിട്ടില്ല. സൂചി കിട്ടില്ല. ഓക്കെ, റെഡി ടൈമർ ഓൺ ആയിട്ടുണ്ട്.
ഇല്ല പെട്ടില്ല ഇല്ല പെട്ടില്ല അത് അപ്പുറത്താ 15 സെക്കൻഡ് കഴിച്ചു 15 സെക്കൻഡ് ഫോൺ അടിക്കല ശല്യപ്പെടുത്ത ചെയ്യട്ടെ ഗ്യാസൊക്കെ 30 സെക്കൻഡ് ഇല്ല പോയി നന്നെ കേറാൻ പാടാ ഓവർ തന്നെ കേറാൻ പാടാ ഗ്യാസൊക്കെ 34 സെക്കൻഡ് ഓട്ടത്തിന് വലുതാക്കി കൂടെ ഒരിക്കലേ കേറിയാ ശരിക്കും ഗൈസ് ദ ചലഞ്ചർ കൊമ്പാൻ അല്ല ഞാൻ കഴിഞ്ഞു അപ്പൊ സ്റ്റോൺ പേപ്പർ സീസേഴ്സ് കളിക്കുമ്പോഴേ 3 മിനിറ്റിനുള്ളിൽ എല്ലാരും ചോദിക്കണ്ടേ 2 മിനിറ്റ് ഓക്കെ തുടങ്ങിയാലോ അല്ലേ സോ ഗൈസ് അപ്പൊ ആ ഒരു ചാലഞ്ച് ആണ് അപ്പൊ രണ്ടാമത്തെ ചാലഞ്ച് സ്റ്റോൺ പേപ്പർ സീസർ ആണ് സോ ഗൈസ് ഓക്കെ ഫസ്റ്റ് നമ്മുടെ ചില്ല് കളിക്കുന്നതായിരിക്കും 2 മിനിറ്റിനുള്ളിൽ കളിച്ചു 2 മിനിറ്റ് സമയം എടുക്കട്ടെ 3 2 1 സ്റ്റോൺ പേപ്പർ സീസർ സീസർ പേപ്പർ സീസർ സ്റ്റോൺ പേപ്പർ സീസർ സ്റ്റോൺ പേപ്പർ സീസർ കളിക്കാം പേപ്പർ സീസർ സീസർ ഓ ഗൈസ് ഓക്കെ ഇനി ഇവിടെ 8 മിനിറ്റ് സ്റ്റോൺ പേപ്പർ സീസർ സ്റ്റോൺ പേപ്പർ സീസർ സ്റ്റോൺ പേപ്പർ സീസർ അയ്യോ വാസ്കോ ഫുഡ് കഴിക്കാൻ പോളാ പേപ്പർ സീസർ സ്റ്റോൺ പേപ്പർ സീസർ 40 സെക്കൻഡിൽ ഗൈസൊക്കെ 40 സെക്കൻഡില് 4 പേരെയും ഇവിടെ തോപ്പിച്ചിട്ടുണ്ട് ഗൈസൊക്കെ ഇനി നമ്മുടെ വാസ്കോക്കുള്ള ചാൻസ് ആണ് ഞാൻ മാറിയേക്കുന്നു ആർക്കും ഇനി അറിയാവാ നീ ഇങ്ങനെ ഇരുന്നിട്ട് മന്തി തിന്നണം അങ്ങനെയാണ് വാസ്കോ ചാവും ചൂട് അതുണ്ടോ ഇത് മന്തിയുണ്ട് സത്യം മന്തിയുണ്ട് അപ്പൊ മന്തി കൊണ്ട് ഞാൻ വരാം ഓക്കെ ഗൈസ് അപ്പൊ അയ്യോ കേറാൻ ഇവന് ഇതിനകത്ത് ഇറങ്ങൂടെ തുറക്കൂ ഐസ്ക്രീം എനിക്കറിയില്ല ഈ തണുപ്പ് അയ്യോ ഈ തണുപ്പിൽ അത് വെറും ക്രീം ആയിരിക്കും ഇത് അല്ലെ ഐസ്ക്രീമിന്റെ എന്താണ് ഐസ്ക്രീമിന് എന്താന്ന് വെച്ചാൽ ഇതിൽ ഇറങ്ങിയിട്ട് ഞാൻ 2 ഐസ്ക്രീം കൊടുക്കും അത് ജസ്റ്റ് തിന്നാ 2 ഐസ്ക്രീം 2 മിനിറ്റുള്ളിൽ തിന്നാ ആ 2 വീട്ടിൽ തിന്നാ മന്തി അത് നല്ല തണുത്ത ഐസ്ക്രീം ആയിരിക്കും പിന്നെ ഇനി 2 ഉണ്ടല്ലോ അല്ലേ ഒരെണ്ണം കൂടിയുള്ളൂ എന്ത് കുഴപ്പമൊന്നുമില്ല തുറക്കണം അത് കണ്ടിട്ട് പരിചയമുള്ളത് മന്തി ഇല്ല ബലൂൺ ആദ്യം കൊടുക്കാം ഞാൻ വെയിറ്റ് ചെയ്യാം ആദ്യം ഐസ്ക്രീം കൊടുക്കാം എന്താണ് ഐസിൽ കുറച്ച് മാറില്ല കുറച്ചുകൂടി മാറിയില്ല പോളാർ ബിയർ ഇട്ട് ഐസ് ഇട്ടോ ഇത് എന്താ പിന്നെ മറ്റേ ചോറ് കറിയോ എന്നാ ആരെല്ലാം കുഞ്ഞു കൊടുക്കാം കേറട്ടെ ചവിട്ടി കയറി നീ തന്നെ കുനിഞ്ഞെന്ന് കയറണ്ടേ ഓക്കെ ഗായ്സ് അപ്പൊ ഫസ്റ്റ് റൗണ്ടില് നമ്മുടെ ഐസ്ക്രീം ആണ് ഗായ്സ് അപ്പൊ 2 ബാർ ഉണ്ടല്ലോ ഓക്കെ അയ്യോ ഇത് പേടിയാണ് ഇത് ഓൾറെഡി നല്ല തണുപ്പ് അപ്പൊ നമ്മള് ഫസ്റ്റ് ഐസ്ക്രീം കൊടുക്കാണ് അയ്യോ ഓക്കെ ഗായ്സ് ടൈമർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗായ്സ് ഓക്കെ 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് 4 സെക്കൻഡ് ആയിരിക്കുന്നു ഗായ്സ് ഓക്കെ 5-6 സെക്കൻഡ് ആയിട്ടുണ്ട് ഗായ്സ് ഓക്കെ അല്ല അത് കഴുകി ഇത് കഴിച്ചിട്ടേ തരുള്ളൂ ഗായ്സ് ഐസ് ടീഷർട്ട് സമയമാണ് എന്നെ പിടിക്കല്ലേ 40 സെക്കൻഡ് ഇല്ല ബ്രെയിൻ ഉണ്ടെങ്കിലല്ലേ ഫ്രീസ് ആവുള്ളൂ സീറ്റ് ഒട്ടിച്ചൊന്നും തരില്ല നീ ഒട്ടിക്ക് ഒട്ടിക്കണം രണ്ടാമത്തെ ഐറ്റം മോണ ഇരുന്നത് പോകും തല പോടാ മനുഷ്യ 50 സെക്കൻഡ് 10 സെക്കൻഡ് കൂടെ 10 സെക്കൻഡ് മാത്രമേ
10 സെക്കൻഡ് മാത്രം. 10 സെക്കൻഡ് 2 സെക്കൻഡ് അപ്പൊ എന്തായാലും 2 മിനിറ്റിൽ ഒരു ഐസ്ക്രീം മാത്രമേ ഫിനിഷ് ചെയ്തുള്ളൂ. അപ്പൊ ഒരെണ്ണം ചെയ്തില്ല. അപ്പൊ അതിന്റെ പണിഷ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ടാമത്തെ റൗണ്ടിൽ നമ്മുടെ ചാലഞ്ച് എന്ന് പറയുന്നത് ബലൂൺ ആണ്. 3, 2, 1 സ്വിച്ച് ഓഫ് ആയി പോയി. ഒന്നും കൂടി ഗൈസ്. അപ്പോൾ 5 സെക്കൻഡ് ആയിട്ടുണ്ട്. അമ്മേ! എടാ, 20 സെക്കൻഡിൽ ഒരു ബലൂൺ പൊട്ടി. അവൻ നെക്കിയ പൊട്ടിച്ച് ഹലോ ടെസ്റ്റ് മൈക്ക് ടെസ്റ്റ് ചെയ് പോയി 53 സെക്കൻഡ്. 1 മിനിറ്റ് കൂടെ ബാക്കി. 1 more minute. പോസ്റ്റ് ചെയ്തില്ല ചെറ്റ് പോസം ചെയ്തില്ല പിന്നെ. ഓ ഗായ്സ്, 1 മിനിറ്റിൽ 2 ബലൂൺ പൊട്ടിച്ചിരിക്കുന്നു ഗായ്സ്. ഓ മൈ ഗോഡ്. എന്ത് ഐസ്ക്രീം ഒരെണ്ണം തിന്നില്ല. എനിക്ക് ഇതിൽ മുങ്ങാൻ സ്പേസ് ഇല്ല, അതുകൊണ്ടല്ലേ ഞാൻ കുഴപ്പമില്ല. ആ വലിയൊരു ഐസ് ക്യൂബ് കൊണ്ട് തലയിൽ വെച്ചു. എടാ ജയിന്റെ 3, 2, 1. ഓ അതന്നെ എനിക്ക് പോവാൻ പറ്റത്തില്ല. അതന്നെ പയ്യെ പോട്ടെ. പ്രളയം 2.0 അയ്യോ തല മുങ്ങിയില്ല. അന്ന് മാസ്ക് ഒരു പണി സ്റ്റൗൾ ചെയ്തിട്ട് തകർന്ന് കിടക്ക്. ഇത്രയും മാസ്ക് കളഞ്ഞു. സോ ഗൈസ് ഓക്കെ, അപ്പൊ ഇവിടെ 4 പേരും മത്സരിച്ച് ചെയ്യാനും നമ്മുടെ എക്കെയാണ് ബാക്കിയുള്ളത് ഗൈസ്. ഓക്കെ, എക്കെയുടെ ഞാൻ എന്തായാലും ചാലഞ്ചിൽ ഇറക്കുന്നില്ല ഗൈസ്. ഓക്കെ, കാരണം അയാൾ ഇത്ര എനർജറ്റിക് ആയിട്ട് ബാക്കിയുള്ളവരെ ഗൈസ് ആക്സിഡന്റ് ആയിട്ട് ഫുള്ള് മുറിയും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഓക്കെ, നിങ്ങൾ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതുകൊണ്ട് എന്തൊക്കെയോ പറയണമെന്ന്. പക്ഷേ ഇവനെ ഇറക്കാത്തതിന്റെ സങ്കടം. എനിക്ക് ഏറ്റവും വലിയ സങ്കടം അതിലാ. ശരി, എന്നാ സങ്കടമായിട്ട് ഒരു കാര്യം ചെയ്യാം. സ്പെഷ്യൽ റൗണ്ടിലോട്ട് പോവാണ്. ഇതൊരു പണി ആൻഡ് കെണി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മത്സരിക്കുന്ന 4 പേരാണ്. കൊമ്പൻ, എഡ്വിൻ BCB ആൻഡ് ദേവിക വിടോക്സ് ആൻഡ് ഭാസ്കർ BCB. ഓക്കെ, സോ ഗൈസ് 4 പേരാണ് മത്സരിക്കുന്നത്. ഇതില് നമ്മുടെ എഡ്വിൻ വക്രി എണ്ണിയ പോലെ നമ്മൾ ഒരു വട്ടം കൂടി എണ്ണും. ഓക്കെ, എണ്ണീറ്റ് അവസാനം വരുന്ന ആളുണ്ടല്ലോ, അയാള് ഇതിൽ മൊത്തത്തിൽ മുങ്ങേണ്ടി വരും. അതാണ് ഒരു പണി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ മുങ്ങിയ നിനക്ക് തന്നെ വീണ്ടും വരുവാണെങ്കിൽ നീ മുങ്ങേണ്ടി വരും. മനസ്സിലായല്ലോ? മുങ്ങാത്ത ചിലപ്പോൾ ചിന്നുക അല്ലെങ്കിൽ കൊമ്പനെ കിട്ടണമെങ്കിൽ മുങ്ങേണ്ടി വരും. ഓക്കെ, സോ ready for that guys. Okay, appo over to Edwin. 1 2 3 4 5 6 7 8 9 10. Exercise വരട്ടെ. അപ്പോ എങ്ങനെയാന്ന് വെച്ചാ പെട്ടെന്ന് ഇറങ്ങിക്കോ. മോഹൻലാൽ ഒരു മനസ്സിൽ മോഹൻലാൽ വിചാരിക്കാൻ അങ്ങ് ഇറങ്ങാൻ മുങ്ങി വരിക. നല്ല കിട്ടിലും ഇതെല്ലാം കൂടെ അലിത്തിട്ട് അതിന്റെ കൂടെ കുറച്ചുകൂടെ വെയിറ്റ് വെള്ളം തെറിപ്പിച്ച് തന്നെ തല കൂടി ആരൊന്നും ചേർത്ത് അവൾ ഇറങ്ങും. അവൾ ഇവിടെ പിടിച്ചോ, അങ്ങനെ അങ്ങനെ തന്നെ വലിയ എക്സ്പ്രഷൻ ഒന്നുമില്ല, വലിയ തണുപ്പൊന്നുമില്ല. ക്ലിപ്പൊക്കെ കുരിയോ വാലാമാള അതൊക്കെ കുരി എല്ലാ ഓർണമെന്റ്സും ആ ചെമ്പും പിച്ചളൊക്കെ കുരിയൊക്കെ ഓക്കെ. ഞാൻ 3, 2, 1 എന്ന് പറയുമ്പോ ചിന്നു മുങ്ങണം കേട്ടല്ലോ. ഇനിയും കൂടാ 2, 1 മുങ്ങ. നമുക്ക് പുതിയൊരു ചിഹ്നം കിട്ടി. ഇതാണ് പുതിയ ചിഹ്നം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ചാലഞ്ചിൽ കാഴ്ച ചിന്നു ആണ് ജയിച്ചത്. ഓക്കെ, എന്തായാലും കൺഗ്രാറ്റ് ചിന്നു. അപ്പൊ ചിഹ്നന് ജീപ്പേ ഇല്ല, ഗൂഗിൾ പേ ഉണ്ടോ? സോ ഗൈസ് ഓക്കെ, അപ്പൊ നമ്മൾ AK ടോക്കിന്റെ ഇവിടെ GP എടുത്തിട്ടുണ്ട്. പൈസ എടാ പാവത്തിന് കൊടുക്കണേ. ഓക്കെ ഗൈസ് ഒക്കെ 5,000 rupees 5,000 rupees ഗൈസ് ഒക്കെ അവിടെ നമ്മള് സെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ.
ഓക്കെ അറിയത്തില്ല യെസ് ഗായ്സ് ഓക്കെ അപ്പോ 5000 അയച്ചിട്ടുണ്ട് ഓക്കെ കൂൾ കൺഗ്രാറ്റ്സ് ചിന്നു ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ പോവില്ലേ ഓക്കെ ഗായ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ നമ്മൾ വീഡിയോ